36 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമര പോലീസ് പിടിയിലായിരിക്കുന്നു. സ്റ്റേഷന് മുന്നിൽ ഇപ്പോഴും രാത്രി വൈകിയും ജനങ്ങളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കാണാൻ സാധിക്കുന്നത്. ചെന്താമര സ്റ്റേഷനുള്ളിൽ നിൽക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സച്ചിൻ വള്ളിക്കാട് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. സച്ചിൻ, ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടായിട്ട് കൂടി ഈ ജനങ്ങളെ അനുനയിപ്പിക്കാൻ സാധിക്കുന്നില്ല. കാരണം പിടിയിലായത് ആ നാടിനെ ഒന്നാകി വിറപ്പിച്ച അത്രയേറെ കുറ്റങ്ങൾ ചെയ്ത ഒരു കുറ്റവാളി കൂടിയായിരുന്നു. നിരവധി സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുകയും അതുപോലെ തന്നെ ഒരു കുടുംബത്തെയാകെ അനാഥമാക്കുകയും ചെയ്ത ഒരു കൊടും കുറ്റവാളിയാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ പോലീസ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പ്രതിയെ ചോദ്യം ചെയ്യുന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. പ്രതിയെ 36 മണിക്കൂറിന് ശേഷമാണ് കൊലപാതക ശേഷം പ്രതിയെ പിടിച്ചത്. അതിനുശേഷം ഇപ്പോൾ നെന്മാറ സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ പോലീസ് പ്രാഥമികമായി ചോദ്യം ചെയ്യുകയാണ്. പാടത്തു നിന്നാണ്, അതായത് വീടിനടുത്തുള്ള പാടത്തു നിന്ന് തന്നെയാണ് പ്രതിയെ അവിടെ മഫ്തിയിലുണ്ടായിരുന്ന പോലീസ് സംഘം പിടികൂടുന്നത്. അതിനുശേഷം ഈ ചെന്താമരയുടെ വീട്ടിലേക്ക് പ്രതിയെ എത്തിച്ചു. അവിടെ എത്തിച്ചതിന് ശേഷമാണ് സ്വകാര്യ വാഹനത്തിലേക്ക് പ്രതിയുമായി പോലീസ് നെന്മാറ ആശുപത്രിയിൽ എത്തിയത്. മെഡിക്കൽ പരിശോധന അടക്കം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ പ്രതിയുമായി സ്വകാര്യ വാഹനത്തിൽ പോലീസ് സംഘം നെന്മാറ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. അതിനുശേഷം ഇപ്പോൾ പ്രാഥമികമായ ചോദ്യം ചെയ്യൽ നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. നാളെ രാവിലെയോടുകൂടെ പാലക്കാട് SP സ്റ്റേഷനിലെത്തും. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ ചോദ്യം ചെയ്യലും മറ്റു കാര്യങ്ങളൊക്കെ ആ സമയത്താണ് നടത്തി ആ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ വെളിപ്പെടുത്തുമെന്ന് ആലത്തൂർ DYSP വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഈ മെഡിക്കൽ പരിശോധനയിൽ കൈക്ക് ചെറിയൊരു മുറിവ് മാത്രമുണ്ട് എന്ന കാര്യമാണ് പോലീസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് മറ്റ് മറ്റ് പ്രശ്നങ്ങളോ ില്ല. കൈവിരലിന് മറ്റോ ചെറിയൊരു മുറിവുണ്ട് എന്ന കാര്യം മാത്രമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ പോലീസിന്റെ 36 മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസിന്റെ കൃത്യമായ നീക്കങ്ങളിലൂടെ പ്രതിയെ പിടികൂടിയിരിക്കുകയാണ്. കൊടും കുറ്റവാളിയായ ചെന്താമരനാണ് ഇപ്പോൾ നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ കൊലപാതക ശേഷം സമീപത്തെ മലപ്രദേശങ്ങളിലായിരുന്നു ഒളിച്ചു താമസിച്ചത് എന്ന കാര്യവും പോലീസ് മുൻപാകെ മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള പുറത്ത് ജനങ്ങളുടെ ഒരു രോക്ഷം നമുക്ക് നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് അടക്കം തകർക്കുന്ന ഒരു പ്രവണതയിലേക്ക് നാട്ടുകാർ നീങ്ങി. എന്നാൽ പോലും പ്രതിയെ കർശന സുരക്ഷയോടുകൂടിയാണ് സ്റ്റേഷനിലേക്ക് ഇത്രയും പ്രതിഷേധങ്ങൾക്ക് നടുവിലൂടെ സ്വകാര്യ വാഹനത്തിൽ കർശന സുരക്ഷയോടുകൂടിയാണ് പോലീസ് നെന്മാറ സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 9:30 പ്രതിയെ പിടിച്ചു എന്നാണ് പ്രാഥമികമായി പോലീസ് നമുക്ക് നൽകിയ വിവരം. അതിനാൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇനി എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ അതൊക്കെ നാളെ പാലക്കാട് SP അജിത് കുമാർ വ്യക്തമാക്കുമെന്നാണ് ആലത്തൂർ DYSP മുരളീധരൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നാടിനെ നടുക്കിയ ഏറ്റവും ക്രൂരനായ കൊലപാതകിയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പോലീസിന്റെ തുറുങ്കിൽ അകപ്പെട്ടിരിക്കുന്നത്. അതിനാൽ തന്നെ രാവിലെയൊക്കെ നാട്ടുകാർ വലിയൊരു ഭീതിയിലായിരുന്നു. കാരണം പ്രതിയെ പിടികൂടിയില്ലെങ്കിൽ പിടിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യമൊക്കെ അവർ മാധ്യമങ്ങൾക്ക് മുൻപാകെ കൈരളി ന്യൂസിനോടക്കം അവരുടെ ആശങ്ക പങ്കുവച്ചിരുന്നു. മാത്രമല്ല 2 പെൺകുട്ടികളാണ് അനാഥാക്കപ്പെട്ടത്. ഒരു കുടുംബത്തിലെ 3 പേരെയാണ് ഈ ചെന്താമര എന്ന കൊടും കുറ്റവാളി ക്രൂരമായി കൊലപ്പെടുത്തിയത്. അത് പ്രധാനമായും അന്ധവിശ്വാസത്തിന്റെ പേരിലാണ് എന്നുള്ളതാണ് നമ്മുടെ കേരള മലയാളികളെ ഒന്നാകെ ആശങ്കപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. 2019
ചെന്താമരയുടെ ഭാര്യയും മകളും പിണങ്ങിപ്പോകാനുണ്ടായ സാഹചര്യം സമീപത്തുള്ള ഒരു മുടി നീണ്ട സ്ത്രീ കാരണത്താലാണ് എന്ന രീതിയിൽ ഏതോ ഒരു ജ്യോത്സ്യൻ പറഞ്ഞു. അതിന്റെ വൈരാഗ്യത്തിലാണ് 2019 സുകുമാരന്റെ ഭാര്യ, അതായത് ഇന്നലെ കൊല്ലപ്പെട്ട സുകുമാരന്റെ ഭാര്യയെ 2019 ക്രൂരമായി വീടിനുള്ളിൽ കയറി ചെന്താമര എന്ന ഈ കൊടും കുറ്റവാളി അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. ആ കൊലപാതക കേസിൽ വിചാരണ തടവുകാരനായി ജയിലിൽ കഴിയുന്നതിനിടെയാണ് ജാമ്യത്തിലിറങ്ങി അതിക്രൂരമായ രീതിയിൽ സുകുമാരന്റെ അമ്മ ലക്ഷ്മിയെയും ഇന്നലെ രാവിലെ 10 മണിയോടുകൂടെ വീടിന് മുന്നിലിട്ട് വെട്ടിക്കൊല്ലുകയാണ് ഉണ്ടായത്. അതിനാൽ തന്നെ എത്ര വൈകൃതമായ മനസ്സാണ് ഈ ചെന്താമര എന്ന വ്യക്തിക്കുള്ളത് എന്ന കാര്യം ഇപ്പോൾ ലോകം അറിഞ്ഞിരിക്കുകയാണ്. കാരണം കൊലപാതകം വലിയ ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പ്രധാന കാരണം ഈ ക്രൂരമായ വ്യക്തിയുടെ ക്രൂരത തന്നെയാണ്. കാരണം ഒരു നാടിനെ ഒന്നാകെ ആശങ്കയിലാഴ്ത്തി നിരവധി ആളുകളെ ആയുധങ്ങൾ കാണിച്ച് ഈ കൊലപാതകം നടക്കുന്നതിനും മണിക്കൂറുകൾക്ക് മുൻപ് ആയുധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ തന്നെ വലിയൊരു ആശങ്കയിലായിരുന്നു പോത്തുണ്ടി നെന്മാറ പ്രദേശത്തെ നിരവധി വീടുകൾ. ആ ആശങ്കകൾക്കൊക്കെ ആണ് ഇപ്പോൾ വിരാമം ഇട്ടിരിക്കുന്നത്. കാരണം നിരവധി ആരോപണങ്ങളാണ് പോലീസിനെതിരെ പല മാധ്യമങ്ങളും അതേപോലെ തന്നെ പല രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉന്നയിച്ചത്. അതിനൊക്കെ ഇപ്പോൾ അറുതിയായിരിക്കുകയാണ്. കൃത്യമായ രീതിയിൽ കൃത്യമായ നീക്കത്തിലൂടെ പ്രതി അതിക്രൂരനായ ചെന്താമരയെ പോലീസ് തുറുങ്കിലാക്കിയിരിക്കുകയാണ്. അതിനാൽ തന്നെ മറ്റ് നടപടികൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളൊക്കെ നാളെ രാവിലെയോടുകൂടെ പാലക്കാട് SP അജിത് കുമാർ വ്യക്തമാക്കും. അനാഥാക്കപ്പെട്ട 2 പെൺകുട്ടികൾക്ക് പോലീസിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് പ്രതിയെ പിടികൂടുക എന്നത്. കാരണം ആ പെൺകുട്ടികൾ അടക്കം മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു. പ്രതിയെ പിടിക്കാത്തതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരുന്നു. ആ പെൺകുട്ടികൾക്ക് പോലീസിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആശ്വാസം തന്നെയാണ് പ്രതിയെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ പോലീസ് വലയിലാക്കിയിരിക്കുകയാണ്.